ആരോട് പറയുന്നു പറയാ പൊട്ട മണ്ടെങ്കിൽ വന്നടാ ഒരു തമാശ പറഞ്ഞല്ലേടാ അതിന് നീ ഇത്ര ചൂടാവണെന്തിനാ? നീ ഒരു സംഭവം പറഞ്ഞ ലോട്ടറി അടിച്ച് ചേട്ടൻ ലോട്ടറി അടിച്ചോ? ചേട്ടൻ ചെലവ് ചെയ്യണം, എന്തായാലും ചെലവ് വേണം. ചെലവ് ചെയ്യാൻ ഞാൻ വിടൂല. പിന്നെ എനിക്കല്ലേ ലോട്ടറി അടിച്ചത്? പിന്നെ ആർക്ക്? എനിക്കോ? നിനക്കല്ലേ ലോട്ടറി അടിച്ചത്? പിന്നെ ആർക്കാ ലോട്ടറി? എടാ നിന്റെ മുതലാളി ക്ലീറ്റസിന് ലോട്ടറി അടിച്ചെന്ന്. മുതലാളിക്ക് ലോട്ടറി അടിച്ചു? എത്ര? 10 ലക്ഷം മാരുതി കാറും. എന്റെ അമ്മോ, മുതലാളി മുതലാളി നിർത്തടാ, വിളിച്ചു കൂവല്ലേ? വിളിച്ചു കൂവിക്കഴിഞ്ഞാ പുള്ളിക്ക് 2 അറ്റാക്ക് വന്നേക്കണ. ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ പുള്ളി അപ്പൊ തന്നെ നെഞ്ചു വരാൻ താഴ്ത്തു വീഴും. നമുക്ക് ഒറ്റ പണിയായി. എന്താണ്? നമുക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാലോ? ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? എന്നാ പിന്നെ നമുക്ക് ഇമെയിൽ അയച്ചാലോ? ഇമെയിലാ? ഓടാ. എന്നാ പിന്നെ അതൊന്നും വേണ്ട, അതൊന്നും ചെയ്യാൻ പറ്റില്ല. 32 അറ്റാക്ക് വന്നാലേ നമുക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വിടും. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം, ഇങ്ങോട്ടൊന്നും പറയണ്ട, മനസ്സിലായ? നമ്മളിത് നേരിട്ട് പറയാൻ വേണ്ടിട്ട് ഒരാളെ ഇപ്പൊ തന്നെ കണ്ടെത്തണം. അപ്പൊ നമ്മളിത് പറയുന്ന കേസ് നേരിട്ട് തന്നെ സംസാരിക്കേണ്ട കേസാണ്. പറയാൻ പറ്റിയ അത്ര ബുദ്ധിയുള്ള ഒരാളെ കൊണ്ട് പറയിക്കണം. എന്റെ ഡോക്ടറെ പറയട്ടെ എന്ന് ഇരിക്കരുത്. സത്യമായിട്ട് പറയണത്. ഡോക്ടർക്ക് എന്ത് പറ്റി? അല്ല ഞാൻ സംശയിച്ചോട്ടെ, നിങ്ങൾ ആ മരുന്നുമാരി കുത്തിവെച്ച രോഗികളുടെ ആരുമല്ലേ? മനുഷ്യരെ പേടിപ്പിച്ചു. കാര്യം പറയൂ. ഞങ്ങൾ ഡോക്ടറോട് കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ പ്രശ്നം? എന്റെ ഡോക്ടർ, എന്താ കാരണം എന്ന് വെച്ചാൽ മുതലാളിക്ക് 10 ലക്ഷം മാരുതിക്കാർ ലോട്ടറി അടിച്ചു. ഏത്? നമ്മുടെ ക്ലീറ്റ് തേട്ടറി മുതലാളിക്ക്. എന്നിട്ട് ക്ലീറ്റ് തേട്ട സംഭവം പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിയിക്കരുത്. അറ്റാക്ക് വന്ന ആളാണ് ക്ലീറ്റ്. പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഡോക്ടറായി ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഞാൻ അവതരിപ്പിക്കും കാര്യം. ഓക്കേ. ഹലോ ക്ലീറ്റസ്. നമസ്കാരം. ഇതാരാ? ഡോക്ടറാ? വരണം ഇരിക്കണം. എന്താ ഡോക്ടറെ ഈ വഴിക്കൊന്നും പതിവില്ലല്ലോ? അല്ല, ചുമ്മാ ഇതിലെ കാര്യമുണ്ടായിട്ട് വന്നതല്ല. ചുമ്മാ ഇതിലേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് കയറുന്നത് മാത്രമേ ഉള്ളൂ. അതിനോട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയുണ്ട് ക്ലീറ്റസ് വിശേഷങ്ങൾ? നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. ക്ലീറ്റസ് മരുന്നൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? സഹായിച്ച് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഓക്കെ. അപ്പൊ ക്ലീറ്റ്സേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഡോക്ടർ? ക്ലീറ്റ്സ് മറ്റൊന്നും വിചാരിക്കരുത്, സങ്കല്പിച്ചാ മതി. സങ്കല്പം. ക്ലീറ്റസിന് നമ്മുടെ ഈ വഴി കിടന്ന് ഒരു 25,000 രൂപ കിടന്ന് കിട്ടുകയാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. 25,000 രൂപ കുഴപ്പമില്ല ഇല്ലെന്ന്. ഇല്ല ഡോക്ടറെ, പേടിക്കണ്ട. അങ്ങനെ സങ്കല്പിച്ച ക്ലീറ്റസ് എന്ത് ചെയ്യും? അങ്ങനെ 25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിട്ടിക്കടമൊക്കെ അങ്ങോട്ട് തീർക്കും. എന്നിട്ട് സ്വസ്ഥാണ്. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. വേറൊന്നുമില്ല. നെഞ്ചുവേദന എടുക്കാനല്ല. എനിക്കോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ക്ലീറ്റസേ, ഞാൻ പറഞ്ഞു വന്നത് 25,000 രൂപ വിട്ടുകളയുക. ഒരു 50,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ക്ലീറ്റസ് എന്ത് ചെയ്യും? 50,000 രൂപ എനിക്ക് കിട്ടണോ? വേണ്ട. 50,000 രൂപയ്ക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പഞ്ചായത്തിന്റെ അപ്പുറത്തുള്ള ബാർ ഇങ്ങോട്ട് കോണ്ടാക്ട് എടുക്കും. കേട്ടോ, അവിടെ 1 മാസം അവിടെ കിടന്ന് ഞാൻ അങ്ങോട്ട് താളിക്കും. ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലീറ്റസ് 50,000 25,000 ഒക്കെ വിട്ടുകളയുക. ക്ലീറ്റസിന് ഒരു 5 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ക്ലീറ്റസ് എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ? അവിടെ ഇരിക്കും. കുഴപ്പമില്ല. ക്ലീറ്റസ് എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ എന്റെ പെങ്ങടെ മകളുടെ കല്യാണം അങ്ങോട്ട് നടത്തും. അത്രേ ഉള്ളൂ. അപ്പൊ ആ പ്രാരാബ്ദം ഒഴിഞ്ഞു കിട്ടൂല. വേറെ ടെൻഷൻ ഒന്നുമില്ല. വേറെ എന്ത് ടെൻഷൻ? വേദനയില്ല, നെഞ്ചുവേദനയില്ല, വയറുവേദനയില്ല, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ക്ലീറ്റസ് ഇന്നലെ ഒരു ലോട്ടറി എടുത്തില്ലേ? ആ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് ആയ 10 ലക്ഷം രൂപയും മാരുതി കാറും ക്ലീറ്റസിനാണ് അടിച്ചതെങ്കിൽ ക്ലീറ്റസ് എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ മാരുതി കാറും എനിക്ക് അടിച്ചു കഴിഞ്ഞാ എന്റെ പുണ്യാവനാണ് സത്യം, എന്റെ കർത്താവാണ് സത്യം, എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം. ആ 10 ലക്ഷം രൂപ മാരുതി കാറും ഞാൻ ഡോക്ടർക്ക് തരും.